വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം സന്ദേശകരാണേ. ഞാൻ ഇന്നേ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇവിടെ എൻ്റെ വീടിനടുത്ത് ഒരു ചെറിയൊരു പ്ലോട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പം അത്ര വലിയ ഇതൊന്നുമല്ല, ചെറിയൊരു പ്ലോട്ട്. അപ്പോൾ എനിക്കവിടെ കുറച്ച് കൃഷിയുണ്ട്. കൃഷിയെന്ന് വെച്ചാൽ പപ്പായ കൃഷി. കാണിക്കട്ടെ. ഇതാണ് ഞാൻ വാങ്ങിച്ച എൻ്റെ സ്വന്തം സ്ഥലമാണേ. ഞാൻ അധ്വാനിച്ച് എൻ്റെ സ്വന്തം പൈസ കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിറച്ച് പപ്പായ മരമുണ്ട്. പപ്പായ പഴുത്ത് നിൽക്കുന്നുണ്ടോ? കണ്ടോ, നിറച്ചുണ്ടായി നിൽപ്പുണ്ട്. കണ്ടോ, അതിൽ ഒരു പപ്പായ കുട്ടനെ ഞാനിങ്ങ് എടുക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമാണേ. കുഞ്ഞുങ്ങൾക്ക് തന്നെയല്ല, കണ്ടോ ഫ്രഷായിട്ടുള്ള പപ്പായ. കുഞ്ഞുങ്ങൾക്ക് തന്നെയല്ല, ഇവനെ ഇവിടെ നമുക്ക് വെക്കാം. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിപ്പോൾ ഒരു മൂടാട്ടോ. അപ്പം ഇനിയും അടുത്തത് കാണിക്കാം. ഇതേട്ടെ, അടുത്തത് ഇച്ചിരി കൂടെ വലിപ്പമുണ്ടാകുന്ന ടൈപ്പെല്ലാം എനിക്കിതേ കൈകൊണ്ട് പറിക്കത്തക്ക രീതിയിലാണ് എല്ലാ പപ്പായയും നിൽക്കുന്നത്. ഇതേട്ടെ, ഇതെല്ലാം പപ്പായക്കൂട്ടങ്ങളാണേ. മൊത്തം പപ്പായ. ഇതൊക്കെ ഭയങ്കര പൊക്കത്തിലാണ് പോയേക്കുന്നത്. ഇവനെയൊക്കെ നമുക്ക് പറിക്കണമെങ്കിൽ ഇത് നിറച്ച് നിൽപ്പുണ്ട്. കണ്ടോ, നിറച്ച് നിൽപ്പുണ്ട്. ഇവനെയൊക്കെ പറിക്കണമെങ്കിൽ ഈ ലേശം പാടാം. എല്ലാത്തിലൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. എല്ലാത്തിലും നിൽപ്പുണ്ട്. കണ്ടോ, ഞോണ്ട മരങ്ങളെപ്പോലെ കണ്ടോ നിൽപ്പുണ്ട്. എല്ലാത്തിലും നിൽപ്പുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണം താപ്പൂട്ടിങ്ങനെ വീണ് കിടപ്പുണ്ട്. കണ്ടോ, ആദ്യത്തെ മൊത്തം പപ്പായ കണ്ടോ താഴെ വീണ് കിടക്കുന്നുണ്ടോ. ഇവനും ഇതിലും ഒരെണ്ണം പഴുത്ത് നിൽപ്പുണ്ട്. കണ്ടോ, അവനെ ഞാനിങ്ങനെ പറിച്ച്. കണ്ടോ. അപ്പം ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫൗണ്ടേഷൻ നമ്മുടെ എനിക്കൊരു ബംഗാളി പയ്യനുണ്ട്. അവനാണ് ഇതെല്ലാം എടുക്കുന്നത്. അപ്പോൾ അവനെ നിർത്തി ഞാനിതെല്ലാം ഒന്ന് വൃത്തിയാക്കിപ്പിക്കുക. വന്നോ? എവിടെ പോയേക്കുമായിരുന്നു? കഴിക്കാൻ പോയോ? ഖാനക്കായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവൻ പോയേക്കും. അക്ക ബീബിയേ അവനവൻ്റെ വൈഫുമായിട്ട് ഇങ്ങനെ ഫോണി സൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവനെ എന്തിനാ വെറുതെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഇതാണ് എൻ്റെ പ്ലോട്ട് കേട്ടോ. പപ്പായയൊക്കെ ഇങ്ങനെ എല്ലാം വീണ് കിടക്കുന്ന പപ്പായയിലെല്ലാം പപ്പായയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചേക്കുന്നേ, ഇവിടെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇവിടെ നമുക്കിതൊന്ന് ഈ സംഭവങ്ങളെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം എനിക്കിവിടെ കൊച്ചു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാമല്ലോ. താഴെയും മേളുമൊക്കെ ആയിട്ട് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനൊരു ആഗ്രഹമുണ്ട്. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തൽക്കാലം ഇപ്പം എൻ്റെ വീട് പണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ഇനി ഒരു മെച്ചപ്പെട്ട് വരണമെങ്കിൽ ഒരു 2-3 years വേണം. അപ്പോഴത്തേന് ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഇവിടെ എനിക്കൊരു പെര വെക്കണം. അത് വാടകയ്ക്ക് വേണ്ടി മാത്രമല്ല, അത് നമുക്ക് താമസിക്കാനൊന്നുമല്ല, വാടകക്കാർക്ക് കൊടുക്കാൻ വേണ്ടി. കാരണം വാടകക്കാരൊക്കെ ഇഷ്ടം പോലെ നടപ്പുണ്ട്. അപ്പോൾ അന്നേരം വാടകക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ ചെയ്യണം ഒരാഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ ഇനി അടുത്ത ഒരു പ്ലോട്ട് കൂടെ ഉടനെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പിന്നീട് അറിയിക്കാം. അത് കുറച്ച്
ഏരിയ കൂടുതലുള്ള സ്ഥലമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. അപ്പം അത് ഉടനെ വാങ്ങിക്കണം. അപ്പം അത് വാങ്ങിക്കാൻ പോകുന്നത് കൊണ്ടാണ് തൽക്കാലം എനിക്ക് ഇവിടെ വീട് വെക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ ഇവിടെ ഇപ്പം വെച്ച് പോയേന്. പിന്നെ എൻ്റെ കൂടെ വീട് പണി എല്ലാം കൂടെ വന്നപ്പോഴത്തേന് ബുദ്ധിമുട്ട്. അപ്പം ഇതിന് എൻ്റെ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണല്ലേ. എൻ്റെ പപ്പായ കുട്ടനെയൊക്കെ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ വന്നു. ഞാനിന്ന് സത്യത്തിൽ ഞാൻ ഫിനാൻസിൽ പോയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ എല്ലാം ഒന്ന് നോക്കി കാണണം. അത് തന്നെയല്ല, ഇവിടെ കറണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ അന്നേരം ഞാൻ നമ്മുടെ വെൽഡിങ് ചേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇവിടെ കറണ്ട് എടുക്കണം അത്യാവശ്യമായിട്ട്. കറണ്ട് എടുത്ത് എനിക്കൊരു കുഴൽക്കിണർ കിട്ടണം. എങ്കിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും തൽക്കാലം നമുക്കിതിങ്ങനെ തരിശ് പോലെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഇതിപ്പം നല്ല വളക്കൂറുള്ള മണ്ണാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം അതിനൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കേട്ടോ. ഞങ്ങളുടെ കുഷ്ണേ ഈ വീഡിയോ ബൈ. അപ്പം ഇവനാണ് എൻ്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിലെ എല്ലാ പണികളും എനിക്ക് ചെയ്തു തരുന്നത് ഇവനാണ്. നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മനുഷ്യനാണ്. അപ്പം ഇദ്ദേഹം വന്ന് എനിക്കെല്ലാം ചെയ്തു തരും. എല്ലാം വേണ്ട വിധത്തിൽ നോക്കിക്കണ്ടെല്ലാം ചെയ്തു തരും. അപ്പോൾ ഇവിടെ നേരത്തെ ഇത് ഒരു എരുത്തിലായിരുന്നേ. അപ്പോൾ എരുത്തിലിൻ്റെ ഫൗണ്ടേഷനാണ് ഈ കാണുന്നത്. അപ്പം ഇത് ഈ കട്ടയും കല്ലും ഒക്കെ ഉള്ളത് കാരണം നമുക്കെന്താണ് ഇവിടെ ഒന്നും തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ഇതെല്ലാം ഒന്ന് മാറ്റാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെയൊക്കെ എനിക്കിപ്പോൾ ഇവിടെ ഒരു കുറച്ച് തെങ്ങും തൈയൊക്കെ ഞാൻ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് നടാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ള സൗകര്യം നമുക്ക് ആവശ്യത്തിനുള്ള ജലം ലഭിക്കുന്നില്ല. അപ്പോൾ അത് കിട്ടിയാൽ മാത്രമേ നമുക്കെന്താണ് ഇവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മുൻകരുതൽ, ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പം ഇവിടെ ഇതെല്ലാം വൃത്തിയാക്കുന്നത്. ഇപ്പം നമുക്ക് കറണ്ടിൻ്റെ കാര്യത്തിന് ആ ചേട്ടൻ വരുന്നുണ്ട്. കാരണം നമുക്കതിനൊരു ബോക്സ് പോലെ അടിക്കണമല്ലോ. അപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ എനിക്ക് തൊട്ടടുത്ത് തന്നെ കണ്ടോ, ഇത് റോഡാണ്. ഞാനിത് നാല് വശവും ഇല്ല, ഇതെനിക്കൊരു 2 വശവും മതിൽ കെട്ടി. ബാക്കി അപ്പുറത്തെ വീട്ടുകാരുടെ ഷീറ്റ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ബാക്കി 2 വശവും ഞാൻ മതിൽ കെട്ടി. അപ്പോൾ ഇത് റോഡാണ്. അപ്പം റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ദേ പോസ്റ്റ് കിടപ്പുണ്ട്. അപ്പം ഇവിടെ ഒരു ലൈറ്റൊക്കെ ഉണ്ട്. രാത്രി ഇവിടെ നല്ല വെട്ടമുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് വേണേൽ നമുക്ക് എളുപ്പം ലൈൻ എടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പം എല്ലാ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിച്ച് ചെയ്തു നിങ്ങളെ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് വെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രം. ഇതിന് തൊട്ടടുത്താണ് നമ്മുടെ ചൂളത്തൊരു ജംഗ്ഷൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകുന്നത് ചൂളത്തൊരു ജംഗ്ഷനിലോട്ടാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ റോഡ് സൗകര്യം എല്ലാം അടുത്താണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വെട്ടിക്കുളങ്ങര അമ്പലം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് അമ്പലം. 10 സ്റ്റെപ്പ് നടന്ന അമ്പലമാണ്. 10 സ്റ്റെപ്പ് നടന്നാൽ ചൂളത്തൊരു ജംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു ഈ സ്ഥലത്തിൻ്റെ ഒരു സെൻറ്റിന് തന്നെ നല്ല തുക കൊടുക്കേണ്ടി വന്നു. എന്നാലും ആട്ടെ, ഇനി നമുക്ക് നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് നമുക്ക് ഓരോന്നൊക്കെ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ നിമിഷങ്ങൾ ആണല്ലോ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ. പല ദുഃഖങ്ങളും നമുക്ക് മറക്കാൻ, നമുക്ക് പലതിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ മറക്കാനായാലും പല ദുഃഖങ്ങളായാലും നമ്മുടെ മനുഷ്യനൊക്കെ ഉണ്ടായാലും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ കൂടെ നമുക്ക് ആ ദുഃഖങ്ങളെയൊക്കെ അതിജീവിച്ച് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കില്ലേ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളെല്ലാം കരുതണ്ടേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളല്ലേ, നമുക്ക് ആയുസ്സുള്ള ആരോഗ്യമുള്ള സമയത്തല്ലേ നമുക്ക് എല്ലാം വാങ്ങിക്കാനായാലും എടുക്കാനായാലും ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരാഗ്രഹമായിരുന്നു എൻ്റെ വീടും അല്ലെങ്കിൽ എൻ്റെ സ്ഥലം എന്നൊക്കെ പറയുന്നത്, ഞാൻ ഏക മകളായതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാ സ്വത്തിനും അവകാശം ഞാൻ തന്നെയാണ്. പക്ഷേ എൻ്റേതെന്ന് പറഞ്ഞ് നമ്മൾ ഒരു തുണ്ട് ഭൂമി വാങ്ങിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. അങ്ങനെ ഒരു അഭിമാനം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായി. ഇനി നെക്സ്റ്റ് അടുത്തതൂടെ ഉണ്ടാകാൻ ഉടനെ വളരെ താമസിക്കാതെ അടുത്തതും ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ കരുതി വെക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളേ ഉള്ളൂ.
വേറെ ആരുമില്ല. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ ഒരു അടിസ്ഥാനം, നമ്മളിപ്പോഴേ അവർക്ക് അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുക. 2 കുഞ്ഞുങ്ങളുണ്ട്. ആ 2 കുഞ്ഞുങ്ങൾക്കും നല്ല രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുക. നമ്മളെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുത്ത് കൊടുക്കുക. അത് ഒരു അമ്മയെന്ന നിലയിൽ എന്നെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ചെയ്തു കൊടുക്കും. മക്കളെ സംബന്ധിച്ചിടത്തോളം അമ്മമാർക്കല്ലേ ഉത്തരവാദിത്വങ്ങൾ എല്ലാം ഉണ്ടാകും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതും അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ട കടമയും എനിക്കുള്ളതാണ്. നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കഷ്ടപ്പെടുത്താതെ നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലേ? ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട അത്രയും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കഷ്ടപ്പെടേണ്ടി വരുന്നില്ല. അവരെനിക്ക് ആവശ്യത്തിൽ കൂടുതൽ എനിക്ക് വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ച ഒരു ഫീൽഡ് അല്ലെങ്കിൽ പോലും ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം ഇട്ടു. അതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൻ്റെ നന്മ കൊണ്ടും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടുമാണ് എനിക്കിതെല്ലാം സാധിച്ചത്. അപ്പം തുടർന്നും എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ജീവിക്കും. ഞാൻ ഫൈറ്റ് ചെയ്ത് ജീവിക്കും. അറ്റ് ദ എൻഡ് ഓഫ് മൈ ലൈഫ് എൻ്റെ കുട്ടികളെ സേഫായിട്ട് സംരക്ഷിക്കുക, അവരെ നന്നായിട്ട് നോക്കുക. ഇനിയിപ്പോൾ അതിനുവേണ്ടി അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ അവരെ സംരക്ഷിക്കുക, അവരെ നല്ല രീതിയിൽ വളർത്തുക. ഇത് മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ ഒരു ലക്ഷ്യം. അപ്പം അതിനു വേണ്ടിയുള്ള ഫൗണ്ടേഷൻസ് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല സ്വഭാവത്തോടെ നല്ല കുട്ടികളായിട്ട് വളർന്നു വരണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സമൂഹത്തിന് മാതൃകയായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെപ്പറ്റി ആരും ബാഡ് ഇമേജ് പറയരുത്. നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കണം. ഇതൊക്കെയുള്ള എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. അല്ലാതെ ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ, അല്ലാതെ വലിയ പൈസ സമ്പാദിച്ച് വലിയ രീതിയിൽ ജീവിക്കണം അങ്ങനെയൊന്നുമില്ല. കുട്ടികൾ നല്ല രീതിയിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല രീതിയിൽ ജീവിക്കണം. നല്ല വിദ്യാഭ്യാസം, നല്ല സംസ്കാരം, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടും എന്ന് വെച്ചാൽ ഭയങ്കര സാമ്പത്തികം വേണമെന്നൊന്നുമില്ല. അവർക്ക് കഷ്ടപ്പെടാതെ ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കണം. ഇത്രയൊക്കെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ. എനിവേ, ഞാൻ കുറേ കാട് കയറി സംസാരിച്ചു. ഒന്നും കൊണ്ടല്ല, ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇല്ലേ. പറയാൻ പറ്റാത്തതും പറയാവുന്നതുമായിട്ടുള്ള പല പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും, അതായത് മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഓർത്ത് നമ്മൾ നിരാശപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരത്തുള്ളൂ, അല്ലേ? അപ്പം അങ്ങനെയൊന്നും ഉണ്ടാകാതെ നമ്മളതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിക്കുക. നമുക്ക് നമ്മളേ ഉള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഇവനോട് സംസാരിക്കുന്നു. ഭായി കൈസേ കടിനേ ബത്ത് ഓക്കെ അച്ചായ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.